പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി സഹൃദയം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, ഈ പാർട്ടിയുടെ അനിഷിദ്ധനായ ചവറ മണ്ഡലം പ്രസിഡന്റും പാർട്ടിയുടെ യുവ സംഘാടകരിൽ ശ്രദ്ധേയനുമായ അൻസാർ തേവലക്കര, ഈ സമ്മേളനത്തിൽ വളരെ പ്രൗഢഗംഭീരമായ ഒരു ആമുഖ പ്രഭാഷണം നടത്തിയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഹോദരൻ ജലീൽ കടക്കൽ, ഈ വേദിയിൽ സാന്നിധ്യമറിയിച്ചിട്ടുള്ള SDPIയുടെ ജില്ലാ കമ്മിറ്റി അംഗവും SDPI നേതൃത്വം കൊടുക്കുന്ന ജനകീയ സമരങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ജ്യേഷ്ഠ സഹോദരൻ എസ്.എ. റഹീം, ഈ സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞ സഹോദരൻ ഗിരീഷ്, ഇവിടെ സാന്നിധ്യമറിയിച്ചിട്ടുള്ള പാർട്ടിയുടെ ഊർജ്ജസ്വലരായ വേദിയിൽ എത്തിയിട്ടുള്ള സംഘാടകർ സഹോദരന്മാർ, ഈ പ്രദേശത്തെ സ്നേഹസമ്പന്നരായ ജനാധിപത്യ വിശ്വാസികളെ, പ്രിയമുള്ള നാട്ടുകാരെ, ഗുരുജനങ്ങളെ, നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തെ മർദ്ദിതന്റെ മഹത്തായ ജനാധിപത്യ സമരങ്ങൾക്ക് ഇന്ത്യൻ മണ്ണിൽ തുടക്കം കുറിച്ച മഹാനായ വിപ്ലവകാരി ബാബാ സാഹേബ് ഡോക്ടർ B.R. അംബേദ്കറുടെയും ഒരു നൂറ്റാണ്ട് മുമ്പ് ഭ്രാന്താലയമായിരുന്ന ഇന്ത്യൻ സമൂഹത്തെ ജനാധിപത്യപരമായി പരിവർത്തിപ്പിക്കുവാൻ ജീവിതം അതിന് മാറ്റിവെച്ച മഹാന്മാരായ പൂർവ്വപിതാക്കന്മാർ, മഹാത്മാ അയ്യൻ കാളിയുടെ, ശ്രീനാരായണ ഗുരുവിന്റെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ, പണ്ഡിറ്റ് കറുപ്പന്റെ, പാമ്പാടി ജോൺ ജോസഫിന്റെ, ചരതൻ സോളമന്റെ, 1930കളിൽ കേരളത്തിൽ കടന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മുമ്പ് 1920കളിൽ കേരളത്തിലേക്ക് കടന്നു വന്ന ഗാന്ധിസത്തിന്റെ വക്താക്കൾക്ക് മുമ്പ് 1925ൽ സംഘപരിവാരങ്ങളുടെ ഏറ്റവും കേന്ദ്രീകൃത സംഘടന RSS രൂപം കൊള്ളുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കേരളത്തിന്റെ മണ്ണിൽ, തമിഴ്നാടിന്റെ മണ്ണിൽ, കർണാടകയുടെ മണ്ണിൽ ഇന്ത്യയുടെ തെരുവീതികൾ പൊരുതി ഭരിച്ച മഹാന്മാരെ നമ്മുടെ പൂർവ്വപിതാക്കൾ. വടക്കേ മലബാറിന്റെ മണ്ണിൽ 1920കളിൽ ചരിത്രം ഇന്ന് ലഹളയായി എഴുതപ്പെട്ടിട്ടുള്ള മേധാവിത്വ ചരിത്രം, സവർണ ചരിത്രം, അങ്ങനെ എഴുതപ്പെട്ടുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മലപ്പുറം കോട്ടക്കുന്നിൽ മരിച്ചു വീണ മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ, അലി മുസലിയാരുടെ, വെളിയങ്കോട് ഉമ്മർ ഹാദിയുടെ, മമ്പുറം തങ്ങളുടെ, അങ്ങനെ കേരളീയ സമൂഹത്തെ കേരളീയ സമൂഹമായി പരിവർത്തനപ്പെടുത്തുവാൻ കമ്മ്യൂണിസം ഇല്ലാത്ത, ഗാന്ധിസം ഇല്ലാത്ത, ഹെഗ്ഗേവാറിസമില്ലാത്ത ഈ കേരളത്തിന്റെ മണ്ണിൽ ഉജ്ജ്വലമായ സാമൂഹിക പ്രവർത്തനം തിരികൊളുത്തിയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പാവനമായ രഥസാക്ഷ്യത്തിന് മുന്നിൽ എന്റെ ഊഷ്മളമായ വിപ്ലവാഭിവാദ്യങ്ങൾ. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ 1.5 വർഷം മാത്രം പിന്നിടുന്ന 2009 ജൂൺ മാസം 21 ഡൽഹിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി വലിയ അവകാശവാദങ്ങളില്ലാതെയാണ് ഇന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ സമൂഹം ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഇത്രയേറെ ദേശീയ രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളുമൊക്കെയുള്ള ഇന്ത്യൻ സമൂഹത്തിൽ, കേരളത്തിൽ എന്തിനാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, ഇന്ത്യൻ സാഹചര്യങ്ങളുടെ സമൂർത്തമായ വിശകലനത്തിൽ തീർച്ചയായും ഈ നാൾ വരെ 64 വർഷം പിന്നിടുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൽ 125 വർഷം പഴക്കമുണ്ടെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിനോ, സാക്ഷാൽ V.S. അച്യുതാനന്ദൻ 85 വയസ്സ് പിന്നിടുമ്പോൾ അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ, ഇന്ത്യയിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കോ, ഏതെങ്കിലും പ്രാദേശിക പ്രസ്ഥാനങ്ങൾക്കോ, ലീഗ് പോലുള്ള, കേരള കോൺഗ്രസ് പോലുള്ള, CPI പോലുള്ള ഈ കേരളത്തിലെ, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ മാത്രം പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ
ഇന്ത്യയിൽ ഒന്നും സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ രാജ്യത്തിലെ ജനാധിപത്യത്തിനെന്ന തിരിച്ചറിവിൽ നിന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിൽ പിറവി കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇത് CPM പോലെ, ഇത് കോൺഗ്രസ് പോലെ, ഇത് BJP പോലെ, ഇത് മുസ്ലിം ലീഗ് പോലെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെന്ന മുൻവിധി തീർച്ചയായും നമുക്ക് മാറേണ്ടതുണ്ട്. ഇതൊരു വലിയ ജനപ്രവാഹമാണ്. തുനീഷ്യയുടെ മണ്ണിൽ, ഈജിപ്തിന്റെ മണ്ണിൽ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ലോകത്തിലെ ആധുനിക സാങ്കേതിക വിദ്യകൾ, വിവര സാങ്കേതിക വിദ്യകൾ, സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു വലിയ സാമൂഹ്യ മാറ്റത്തിന്റെ വർത്തമാനകാല സാഹചര്യത്തിൽ ആ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ഇന്ത്യയിൽ പിറവിയെടുത്ത നവസാമൂഹ്യ പ്രസ്ഥാനം എന്ന നിലയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തെ മുൻവിധികളില്ലാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം കോൺഗ്രസിനെ കുറിച്ച്, നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ കുറിച്ച്, നമുക്കറിയാം മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച്. അതുകൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് സ്വന്തം ഭാരതീയം നിർണ്ണയിക്കുവാൻ ഇന്ത്യയിലെ മർദ്ദിതരായ ഇന്ത്യയിലെ സാമൂഹ്യ വിഭാഗങ്ങൾ ചേരമൻ പെരുമാളിലൂടെ, ചെങ്കുട്ടമനിലൂടെ, സൈന്ധവ നാഗരികതയിലൂടെ രാജാക്കന്മാരായി ഈ രാജ്യത്ത് ജീവിച്ച ഇന്ത്യയിലെ മണ്ണിന്റെ മക്കൾ ഇതാ പുതിയ നേതൃത്വവുമായി, പുതിയ പ്രസ്ഥാനവുമായി ഇന്ത്യയിലേക്ക് ഇറങ്ങിയിരിക്കും. അസേദ് ഹിമാചലം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്നു. അസേദ് ഹിമാചലം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യയിലെ ജനങ്ങൾ സമർപ്പണത്തിന്റെ പച്ചയും വീണ്ടെടുപ്പിന്റെ ചുവപ്പും നക്ഷത്രമാലേഖനം ചെയ്ത, പ്രതീക്ഷയുടെ ഭാവിയുടെ നക്ഷത്രമാലേഖനം ചെയ്ത കൊടി പിടിച്ചുകൊണ്ട് പുതിയ മുദ്രാവാക്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു. അത് മറ്റൊന്നുമല്ല, അവർ പറയുന്നു, വോട്ട് ഞങ്ങൾ ഈ രാജ്യത്ത് ഞങ്ങളുടെ വോട്ടിൽ ഞങ്ങളുടെ ഭരണം, ഞങ്ങളുടെ വോട്ടിൽ ഞങ്ങളുടെ ഭരണം. പുതിയ മുദ്രാവാക്യം ഇന്ത്യയിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ മുദ്രാവാക്യത്തിൽ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കേരളത്തിലും പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ബ്രാൻഡ് ചെയ്യപ്പെടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, കേരള യൂണിവേഴ്സിറ്റിയുടെ പൊളിറ്റിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ G. ഗോപകുമാർ, അദ്ദേഹം കേരളത്തിന്റെ പൊളിറ്റിക്സ് വിശകലനം ചെയ്തുകൊണ്ട് ഈ കഴിഞ്ഞ മാസം കേരളത്തിലെ ചാനൽ ചർച്ചകൾ നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിന്റെ പൊളിറ്റിക്സ് ചില നവസാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ദിശയിലേക്ക് കേരളത്തെ നീങ്ങിയിരിക്കുന്നു.